എല്ലാ പ്രിയപ്പെട്ടവർക്കും ടിപ്സ് ആൻഡ് ടോക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചെറുപ്പക്കാരിലും അതുപോലെ പ്രായം ചെന്നവരിലും ഏറ്റവും പ്രധാനപ്പെട്ട ലൈംഗിക പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദ്ധാരണ പ്രശ്നമാണ്. മുമ്പൊക്കെ ചെറുപ്പക്കാരിൽ ഇത് സാധാരണമല്ലായിരുന്നു. എന്നാൽ അടുത്ത കാലത്തായി ചെറുപ്പക്കാരിലും ഉദ്ധാരണ പ്രശ്നം പ്രായമായവരെ പോലെ സാധാരണമായി കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് എന്ന് പരിശോധിക്കാം. പുരുഷന്മാരിൽ ജനേന്ദ്രിയങ്ങളിലേക്കുള്ള രക്തപ്രവാഹം ലിംഗത്തിന്റെ ആരോഗ്യത്തിന് ആവശ്യമാണ്. രക്തം വന്ന് നിറയുമ്പോഴാണ് ലിംഗം ഉദ്ധരിച്ചു നിൽക്കുന്നത്. രക്തപ്രവാഹം കുറയുന്നത് ഉദ്ധാരണ പ്രശ്നങ്ങൾക്ക് കാരണമാകും. കൂടാതെ ലിംഗത്തിന്റെ ശക്തി കുറയാനും ലൈംഗിക സംതൃപ്തി നേടാനും ഇത് തടസ്സമാകുന്നു. ഇതിന് ചികിത്സകൾ ലഭ്യമാണെങ്കിലും ജീവിതശൈലിയിലെ ചില മാറ്റങ്ങൾ കൊണ്ട് മാറ്റിയെടുക്കാവുന്ന കാര്യമാണ്. ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കുവാനും അതുവഴി ലൈംഗികതയും സൗഖ്യവും മെച്ചപ്പെടുത്താനുമുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് എടുത്തു പറയേണ്ട കാര്യം സമ്മർദ്ദത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. കടുത്ത സമ്മർദ്ദം ആരോഗ്യത്തെയും രക്തപ്രവാഹത്തെയും ബാധിക്കും. യോഗ, ധ്യാനം, ശ്വസന വ്യായാമങ്ങൾ തുടങ്ങിയ റിലാക്സേഷൻ ടെക്നിക്കുകൾ പരിശീലിക്കുക. സമ്മർദ്ദം കുറയുന്നത് രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ലൈംഗിക ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതുപോലെ രണ്ടാമതായിട്ട് പ്രധാനപ്പെട്ട കാര്യമാണ് മദ്യപാനവും പുകവലിയും നിയന്ത്രിക്കുക. കടുത്ത മദ്യപാനവും പുകവലിയും രക്തക്കുഴലുകളെ ചുരുക്കുകയും രക്തപ്രവാഹത്തെ ബാധിക്കുകയും ചെയ്യും. ഈ ശീലങ്ങൾ ഉപേക്ഷിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത് ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കും. ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുന്നത് ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം ലൈംഗികതയും മെച്ചപ്പെടുത്തും. അതുപോലെ വ്യായാമം പതിവാക്കണം. രക്തചംക്രമണം വർദ്ധിപ്പിക്കാനുള്ള മികച്ച മാർഗമാണ് പതിവ് വ്യായാമം. ഓട്ടം, നീന്തൽ, സൈക്ലിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ ജനേന്ദ്രിയത്തിലേക്കുള്ള രക്തപ്രവാഹത്തെ കൂട്ടുന്നു. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ ആരോഗ്യ ഭക്ഷണങ്ങൾ ശീലമാക്കുക. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പ്രോട്ടീൻ ഇവ അടങ്ങിയ സമീകൃത ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യകരമായ രക്തപ്രവാഹത്തിന് സഹായിക്കും. ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ പഴങ്ങൾ, ഇലക്കറികൾ തുടങ്ങിയവ രക്തചംക്രമണത്തെ മെച്ചപ്പെടുത്തുന്നു. വെണ്ണപ്പഴം, നട്ട്സ് തുടങ്ങിയവയിലെ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു. അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക. രക്തചംക്രമണം മെച്ചപ്പെടുത്താൻ ശരീരത്തിൽ ജലാംശം നിലനിർത്തുക എന്നത് ഏറെ പ്രധാനമാണ്. ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് രക്തത്തിന്റെ വ്യാപ്തിയിൽ അളവ് മെച്ചപ്പെടുത്തുകയും ശരീരത്തിലെ രക്തപ്രവാഹം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ദിവസം 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. അതുപോലെ സപ്ലിമെന്റുകൾ കഴിക്കുന്നത് നല്ലതാണ്. നാച്ചുറൽ സപ്ലിമെന്റുകളായ L-ആർജിനിൻ, ജിൻസൈൻ തുടങ്ങിയവ രക്തപ്രവാഹം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു അമിനോ ആസിഡാണ് L-ആർജിനിൻ. ഇത് രക്തക്കുഴലുകളെ റിലാക്സ് ചെയ്യിക്കുകയും രക്തപ്രവാഹത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. സപ്ലിമെന്റുകൾ ആരോഗ്യ വിദഗ്ധന്റെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ കേഗൽ വ്യായാമം സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണെങ്കിലും പുരുഷന്മാർക്കും ഇത് ഗുണം ചെയ്യും. അരക്കെട്ടിലെ പേശികളെ ഇത് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. കേഗൽ വ്യായാമം ചെയ്യുന്നതിനായി ഇടുപ്പിലെ പേശികളെ മുറുക്കെ പിടിക്കുക. ഏതാനും സെക്കൻഡുകൾക്ക് ശേഷം പൂർവ്വസ്ഥിതിയിലാക്കണം. അതായത് മൂത്രം നമ്മൾ പിടിച്ചു നിർത്തുകയില്ലേ, ആ ഒരു പൊസിഷനില്ലേ, അങ്ങനെ. ഇത് ദിവസവും പലതവണ ചെയ്യണം. ശരിയായ രക്തചംക്രമണം ഉദ്ധാരണക്കുറവ് മാറ്റുക മാത്രമല്ല, ലൈംഗിക ആരോഗ്യത്തിനു പുറമെ ലൈംഗിക ബന്ധത്തിൽ തൃപ്തി നേടാനും സഹായിക്കുന്നു. നല്ല രക്തയോട്ടം ഹൃദയ സംബന്ധമായ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും തടയുന്നു. ആരോഗ്യകരമായ രക്തചംക്രമണം അവയവങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങളും ഓക്സിജനും ഉറപ്പുവരുത്തുന്നു. അതുപോലെ ഈ രീതികളൊക്കെ ചെയ്തിട്ടും ഉദ്ധാരണക്കുറവ് തുടർച്ചയായി അനുഭവിക്കുകയാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സ നേടേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അമർത്തുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.